അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ഒരു നല്ലൊരു സന്ദർഭം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പും എല്ലാം നിങ്ങളും എല്ലാം കൂടി ഒത്ത് എനിക്ക് ഉണ്ടാക്കി തന്നതിൽ വളരെ അൽഹംദുലില്ലാ റാഹത്തുണ്ട്, സന്തോഷമുണ്ട് നിങ്ങളെ വാക്കുകൾ. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളെല്ലാം കൂടി ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് പാട്ട് രചിക്കുകയും അതിനോടൊന്ന് പാടാൻ പറയുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പം നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നിങ്ങൾക്ക് എന്നെ പറ്റി വല്ലതും അറിയാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അൽഹംദുലില്ലാ. പിന്നെ മൊയ്തുക്ക, വളരെ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് പരിചയമുണ്ട്. പാട്ട് കേട്ടിട്ടുള്ള പരിചയം ഉണ്ട് നിങ്ങൾ. ഞാൻ നിങ്ങളെ ഇപ്പോൾ നമ്മൾ കണ്ട് പരിചയപ്പെടുമ്പോൾ തന്നെ ഞാൻ ആ കാര്യമാണ് പറഞ്ഞത്. ഒരു സമയത്തൊരു യാത്ര മധ്യ വരുമ്പോൾ ഞാൻ കാപ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു പാട്ട് പാടുന്നത് കണ്ടു. 20 വർഷം മുമ്പാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ശൈലി ഞാൻ മനസ്സിലാക്കുന്നത് കാര്യപ്പെട്ട മഹത്തുക്കളായ അഹ്ലുബൈത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളോടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് അന്ന് ഞാനൊരർത്ഥം വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ബന്ധമായിരിക്കണം ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഒരുമിപ്പിക്കാനുള്ള തോഫീക്ക് ഇതുപോലെ നമുക്ക് സ്വർഗ്ഗലോകത്തും ഒരുമിക്കാൻ കഴിയണം. റബ്ബ് അതിനൊക്കെ തോഫീക്ക് ചെയ്യട്ടെ എന്ന് ആദ്യമായിട്ട് ദുആ ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ എന്താണ്? പാട്ടും കാര്യങ്ങളും ഇങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അന്ന് 20 വർഷം മുമ്പ് കണ്ടപ്പോൾ അങ്ങനെ കവലയിൽ പാടിയിരുന്നല്ലോ, മൈക്കൊക്കെ വെച്ച്. അതെന്നെ തുടർന്ന് നിർത്തിയിട്ടൊന്നുമില്ല, തുടർന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കൊറോണ അങ്ങനെ വന്നപ്പോൾ പിന്നെ ആൾക്കാർ തമ്മിൽ ജോയിന്റ് ആകാൻ പാടില്ല, കൂടുതൽ കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു വന്നപ്പോൾ നമ്മളെ പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു. പാട്ട് നല്ല ഞാൻ പറയാം, പിടിലെന്നാ പറയാം. നിങ്ങളത് പറയാത്തത് ആ വാക്കിനെ എന്തോ വിചാരിച്ചിട്ടാണ്. ശരിക്കും നമ്മളെ പിടിൽക്കെ മൊയ്തെന്നാണ് പറയാ. പിടൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാളിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. അതിനിടയിൽ അപ്പോൾ ഈ പൗരത്വ ബില്ലൊക്കെ വന്നപ്പോൾ ചില പാട്ടുകളൊക്കെ സ്റ്റേജുകളിലും അതുപോലെ യൂട്യൂബിലൊക്കെ പാടാനുള്ള ചാൻസ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ആ പരിപാടി ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ഇടക്കിടക്കൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പലയിടങ്ങളിലായിട്ട് നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പല ആളുകളൊക്കെ ഇടയിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ നിത്യ ജീവിതം ഇതിൽ കൂടി തന്നെയാണ്. പിന്നെ ഈ പാട്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഉള്ളൊരു സ്വതസിദ്ധമായിട്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ സ്കൂളും മദ്രസൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് ഈ പാട്ട് പറയണതിന് മടി ഉണ്ടാവില്ലല്ലോ. എത്ര ക്ലാസ് വരെ ഞാൻ 8ാം ക്ലാസ് വരെ പോയി. പിന്നെ അന്ന് പിന്നെ ഓത്തുവള്ളിയാണ് 8ാം ക്ലാസ് പറയുമ്പോൾ അന്ന് നമ്മള് അതിനൊരു SSLC എന്നൊരു പേരില്ല, എന്താണ് SSLC ഒക്കെ പറയും അല്ലെ? അങ്ങനെ എന്തോ പറയലുണ്ട്. എന്റെ ഉസ്താദ് ഈ SSLC ആണ്, എന്റെ പിതാവ് ഈ SSLC ആണ്. അപ്പൊ ആ ഒരു കോഴ്സിലെത്തിയിട്ടുണ്ട്. അതുവരെ പഠിച്ചു. പിന്നെ അതൊക്കെ മണ്ണിട്ട് പോയി. പിന്നെ പൈമൽപ്പുകൾ ആർക്കും ശ്രദ്ധയില്ലല്ലോ. പിന്നെ ഈ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഈ പൂർവീകരായ സൂഫി വര്യന്മാരായ കുറെ രചയിതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അബ്ദുൾ റസാഖ്, മസ്താന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇബ്നു അലി, അതുപോലെ നമ്മൾ മൊയ്മുട്ടി വൈദ്യർ പോലത്തെ കുറെ, അത്ര ഇല്ലെങ്കിലും അക്കാലത്തുള്ള കുറെ രചയിതാക്കളെ പാട്ടുകൾ അന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഇതുവരെ നിന്ന് പോന്നു പഴയതിനോട്. അല്ല, ഈ പാട്ടുകൾ തുടക്കം വരുന്നത് ചെറുപ്പത്തിൽ തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചല്ല ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാനെന്താ പറയണ അറിയോ? മനസ്സിലായി. സ്റ്റാർട്ടിങ് ഞാനങ്ങനെ ചോദിക്കാൻ കാര്യം, പിന്നെ എൻ്റെ മക്കള് ചിലരൊക്കെ നല്ല പാടും. അപ്പോൾ ഒരു 3ാം തരം പഠിക്കുന്നത് വരെ അങ്ങനെ ഒരു പാട്ടുണ്ടോന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുടിക്കാരത്തി എന്നല്ല നമ്മൾ പറയല്ലേ, അവരൊരു ദിവസം അങ്ങനെ പാടിപ്പിച്ച് നോക്കുമ്പോൾ പാട്ട് ഉഷാറാണ് കുട്ടികളെ. അപ്പൊ അങ്ങനെ ഉണ്ടാണ് ആ പാട്ട് പിന്നെ കഴിയുമെന്ന് അറിഞ്ഞത്. അങ്ങനെ പാട്ടിലൂടെ ഇങ്ങനെ ഒരു ബന്ധങ്ങൾ കൂടുതൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം തന്നെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ അതൊന്നും ഒരു ഓർമ്മയിലില്ല. പാട്ടുകൾ ഇങ്ങനെ പാടും. മദ്രസും സ്കൂളൊക്കെ പഠിക്കണ കാലത്ത് ഞാൻ ചില കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ, അതല്ലെങ്കിൽ എന്തെങ്കിലും മദ്രസയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കൊന്നും ഉണ്ടാവില്ല അന്ന്. അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ പാടലുണ്ട് മാത്രം. അല്ല, അന്നത്തെ ഓർമ്മയിലുള്ള ആ പഴയ പാട്ട്, പഴയത്, അത് ഇപ്പൊ ഏതായാലും നിങ്ങളെ പാട്ടിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്താ അറിയോ? ഒരിക്കലും നിങ്ങളൊരു പാട്ടിൽ മ്യൂസിക് ഇല്ല. മ്യൂസിക് ഇപ്പൊ ഷറയ്യ വീക്ഷണത്തിൽ അതിന് മസാലകളുണ്ട്. ഞങ്ങളൊക്കെ അതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതും പറയുന്നതൊക്കെയാണ്.
അപ്പോൾ ആ നിങ്ങളുടെ ആ സ്വതസിദ്ധ ശൈലി ഭാഷയിലുണ്ടാകുന്ന ആ പിന്നെ പാട്ടും ആ ഷെയർ എന്ന് നമുക്ക് അറബിയിൽ പറയാലോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അതിലൊന്നും ആവശ്യമില്ലാത്ത ഒന്നും കണ്ടില്ല. ആവശ്യമുള്ളതും അർത്ഥമുള്ളതും മാത്രമാണ് അതിൽ വരാറുള്ളത്. ഇനി മധുര ഗാനങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പൗരത്വം പോലുള്ളതിനെ കുറിച്ച് നിങ്ങൾ പാടിയതൊക്കെ ആണെങ്കിലും അർത്ഥങ്ങൾ അതിലുണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് എടുത്ത് പറയണല്ലോ. അപ്പോൾ പഴയ കാലത്ത്, അതായത് അന്നത്തെ നിങ്ങൾ ആ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ചില പാട്ടുകൾ ഉണ്ടാവുമല്ലോ, അതിലേതെങ്കിലും 1-2 വരിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും മതി. അത് 1-2 പൊന്നേയൻ സുതനെ പൂർണ്ണചന്ദ്രനെ പോക വേണ്ട, ആട് മേക്കുവാൻ നീ പോയിടണ്ട. പൊന്നേയൻ സുതനെ പൂർണ്ണചന്ദ്രനെ പോക വേണ്ട, ആട് മേക്കുവാൻ നീ പോയിടണ്ട. സയ്യിദൻ നബി തങ്ങളെ ഉമ്മ സഅദ് വംശകരിയാം ഹലീമ. ആ സംഭവം എല്ലാവർക്കും അറിയുന്നല്ലേ, നമ്മൾ സമയമില്ലാത്ത സമയത്ത് നമ്മൾ പാടാൻ നിൽക്കണ്ടല്ലോ. മനസ്സിലായി. നമ്മുടെ ഞങ്ങൾക്ക് കിതാബുമായിട്ടൊക്കെ പറയുമ്പോണ്ട് മുക്തദൽ ഹാൽ എന്നൊരു പറച്ചിലുണ്ട്. അവസരോചിതമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മളെ ജനങ്ങളെ തിരിക്കാൻ, സദസ്സിനെ മനസ്സിലാക്കിയിട്ട് പറയാം. പക്ഷെ ഇപ്പൊ വന്ന പാട്ട് അങ്ങനെ തന്നെയാണ്, അത് പറയണല്ലോ. പിന്നെ അമ്മ പിന്നെ അമ്മത്ത് റബ്ബിക്ക ഫഹദ്ദീസ് എന്നാ ഒരു ഗുണം കണ്ടാൽ അതിൽ മറ്റൊരു വർഷമില്ലെങ്കിൽ പറയണം എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്, ഇതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് മഹബത്തു ആലു നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം നിലനിർത്തുന്നതോടുകൂടെ അല്ലാതെ നമ്മുടെ ഈമാൻ പരിപൂർണ്ണമാവില്ല. ഒന്ന് മാത്രമല്ല, നമ്മുടെ രക്ഷ അതുതന്നെയാണ്. ഇവിടെയും അവിടെയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സാഹചര്യം മനസ്സിലെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പാട്ടോ നിങ്ങളെ കൊണ്ട് പാടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ മഹബത്തു ആലു നബി എന്ന് പറയുമ്പോൾ എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഓർമ്മ വന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ ആരോ ഒരു കാര്യമായ ആളുകളൊക്കെ ആരോഗ്യമുള്ള ബന്ധമുണ്ടെന്ന്. അത് ഈയിടെ അടുത്ത് നിങ്ങളുടെ ഏതോ ഒരു യൂട്യൂബിലൊരിത് കണ്ടപ്പോൾ നിങ്ങൾ അതിലാ കാര്യം പറഞ്ഞു. പലയിടങ്ങളിലും നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഒരു മഹാൻ, അത് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഇങ്ങനെ മറച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് അത് ആ മഹാൻ ആരാണ് എന്ന് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾക്ക് അങ്ങനെ ആദ്യം ആ സംശയം നിങ്ങൾക്ക് തീരാൻ ഇടയായി. അപ്പോൾ ആ വീരാനാലി പാപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ വീരാനാലി പാപ്പാനെ സംബന്ധിച്ച് പല ചരിതങ്ങൾ വായിക്കുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു, അതൊക്കെ അറിയാം. പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ കുറേ സംഭവങ്ങളൊക്കെ അറിയുകയും അപ്പോൾ അവരുടെ കറാമത്തിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല മതിപ്പും കാര്യങ്ങളും ആണല്ലോ, അത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വല്ല രോഗമോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മദ്ഹുൻ നബി തന്നെയാണ് നിർദ്ദേശിച്ചിരുന്നത്. 40 ദിവസമൊക്കെ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു എന്നതാണ്. അങ്ങനെയാണ് എവിടെ ചെന്ന് പിന്നെ ഒരു തമ്പടിക്കുകയാണെങ്കിൽ അവിടെ 24 മണിക്കൂറും അതെ അതെ. അപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അക്കാലത്ത് തന്നെ നിങ്ങൾ അവരോടൊപ്പം ഏകദേശം എത്ര കാലങ്ങൾ? അതിന്റെ കഥ പറയുകയാണെങ്കിൽ ഞങ്ങളെ പിന്നെ ആ വിഷയം പറയുകയാണെങ്കിൽ ഞാൻ ഒരു 19-20 വയസ്സുള്ള സമയത്താണ് എൻ്റെ നാടൊക്കെ വിട്ടിട്ട് ഞാനിങ്ങനെ ജോലി അന്വേഷിച്ചിട്ട് ഇങ്ങനെ കറങ്ങിയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളോളം കറങ്ങിക്കൊണ്ട്, അന്നിപ്പോൾ ഗൾഫിലേക്കല്ലല്ലോ പോവുക, അന്നിപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് ഇങ്ങനെയൊക്കെയാണ് നാട്. അങ്ങനെ കറങ്ങിയിട്ട് ഒരു ദിവസം ഞാൻ ചുരുക്കി പറയാൻ മക്കൾ സമയത്തായിരിക്കാൻ വേണ്ടല്ലോ, ചുരുക്കി അങ്ങനെ നടന്നു വരുന്നൊരു അവസരത്തിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ രാത്രി 8 മണിയൊക്കെയാണ്. ഈ 8 മണിയാകുമ്പോൾ പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല, ആ ലൈറ്റും കറണ്ടും എന്നുള്ളൊരു കാലഘട്ടമല്ല. അവിടെ ഞാൻ അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നേരം വെളുപ്പിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോഴാണ് ആ റോട്ടിൽ കൂടി മറ്റൊരാൾ, ഒരു വയസ്സായിട്ടൊരു ആള്, ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് റാന്തൽ വിളക്കും കയ്യിൽ ഏന്തിക്കൊണ്ട്
ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ എന്നെ മങ്ങിയ വെളിച്ചത്തിൽ എന്നെ കാണുകയാണ് ബസ് സ്റ്റോപ്പിൽ. എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു. ഞാനൊരു ചെക്കനാണോ, അപ്പം എന്നെ മിരട്ടി എന്താ ഇവിടെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ജോലി അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അദ്ദേഹം നല്ല വയസ്സാണെന്നല്ലേ, അന്ന് 20-19 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഉഷാറിപ്പോഴും ഉണ്ട്. എന്തിനേറെ പറയുന്നത്, അദ്ദേഹം ഭക്ഷണം കഴിച്ച ദിവസം ഇല്ല അറിഞ്ഞോ. അപ്പൊ എന്നാ വാ ചോറ് വാങ്ങിത്തരാന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയത് വീരാനോന്റെ ഒപ്പം അടുത്തൊരു സ്ഥലത്ത് വീട്ടിൽ അവിടെ വന്നിട്ടുണ്ട്. മൂപ്പരാണെന്ന് അറിയോ? അറിയോ? എനിക്ക് കൊണ്ടുപോകാള് വീരപ്പല്ല അല്ല, അവിടെ ചെല്ലുമ്പോ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വീരാനുപ്പനെ അറിയില്ല. അങ്ങനെ ഒരു ഉപ്പാപ്പാനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ദർജനെ പറ്റി എനിക്കറിയില്ല. കാരണം അത്ര ഇതൊന്നുമില്ല. പക്ഷെ ഔലിയാക്കളുണ്ടെന്നൊക്കെ മദ്രസന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഹയാത്തിലൊരു ഔലിയായിട്ട് നമ്മൾ മുട്ടിയിട്ടുമില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ഒരു വീട്ടിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആര് ചെന്നാലും ഇപ്പോൾ ഇന്നൊരാൾ മൊയ്ത് വന്നൊന്നും അവിടെ തെളിവൊന്നുമില്ല. ആർക്കും ഭക്ഷണം കഴിക്കാനോ കഴിച്ചു. കൊറോണന്റെ എഴുത്തൊന്നുമില്ല, ഒന്നുമില്ല. അതല്ല ഇനിയിപ്പോൾ ഒരു വ്യക്തിയെ തിരിച്ചറിയാനോ അവിടെ നോക്കാൻ ആളില്ല, എല്ലാവരും വന്നവരും പോണവരും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അവസരത്തിൽ പിന്നെ ഈ ഇങ്ങനെ അവിടെ മറ്റേ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ മാതിരി പിന്നെ ദിക്റുകളും സ്വലാത്തുകളും പലതും നടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. കാരണം എനിക്ക് അവിടെ ഇരിക്കാതെല്ലാം നിർത്തില്ല. കാരണം അവിടെ നിന്ന് മടങ്ങിപ്പോയി എനിക്ക് വഴി അറിയില്ല. പിന്നെ ഇരുട്ടാണ്, കറണ്ട് ലൈറ്റൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അവിടെ ഇരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് പോയി പാട്ടാണ് തുടങ്ങിയത്. ഒരാൾ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ അദ്ദേഹങ്ങളൊക്കെ ഓരോന്നെന്തൊക്കെയോ പാടുന്നുണ്ട്. പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. കാരണം ഞാൻ എനിക്ക് വലിയ കമ്പുള്ളതാണ്. അപ്പം ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ അടുത്ത് കൂടിയിരിക്കുക. അപ്പോൾ ഈ ഇപ്പം ചിലപ്പോൾ പറയുമ്പോൾ പിന്നെ ബദർന്ന് ഒന്നായിട്ട് വീട്ടുകാരി ശൈലി വീടലും തന്നെ പറയാം. ബദർന്ന് ഒന്നായിട്ട് വീട്ടുകാരി. അപ്പം അയാൾ ബദർന്ന് പാടും. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വിഷയം എടുത്ത് പറയും. കൂടി പാടുന്നവരോടൊക്കെ പറയല് വിടുക. പക്ഷെ ആ പേര് കിട്ടിയത് നമുക്കാണ് കിട്ടിയേ. അങ്ങനെ എന്തിനു പറയുന്നത്, മൊഹിദ്ദീഷിനെ പറ്റി ഒന്ന് വിടുക പറഞ്ഞു ഈ പാടുന്ന ആളോട്. അപ്പം എനിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ തിരക്കടില്ല എന്നെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ മുപ്പര ആരാണെങ്കിലും പിന്നെ അവിടെ എത്തിയപ്പോൾ ചെറിയ മഹാനെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് മൊഹിദ്ദീഷിനെ പറ്റിയൊന്നും അറിയില്ല. എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഞാനും തന്നെ അറിയാതെ അത് ഞാൻ വിടാറ് പറഞ്ഞു. അത് പറഞ്ഞു പോയി. അത് ആ പാട്ടിനോട് പാടാനുള്ള ആവേശത്തിൽ പറഞ്ഞു പോയത്. അപ്പം എല്ലാവരും കൂടി എന്നെ തിരിഞ്ഞു നോക്കി. അങ്ങനെ അവസാനം എല്ലാം ഞാൻ ബാക്കിലിരിക്കുകയാണ്, ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു. എന്നോട് കൂട്ടത്തിലുള്ള ആൾക്കാർ മുമ്പിൽ പിന്നെ ഒന്നും പറയില്ല. താഴത്താണ് ഇരിക്കലല്ലേ? ഒക്കെ എല്ലാവരും താഴത്താണ്. പായാണ്, പായി അത് ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഈ ചൂരൽ മുടഞ്ഞ അല്ല ചൂടി മുടഞ്ഞൊരു കട്ടിലുണ്ട്, അയിമലായിരിക്കും. അപ്പം ഞാൻ പെടാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ 1-2 എന്നെ മിരട്ടി. എനിക്ക് വിടാൻ പോയിക്കടോ, ഇങ്ങനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ എന്നെ തമാശയിലെങ്കിലും കണ്ണൊക്കെ ഇങ്ങനെ തുറപ്പിച്ചു. കാരണന്മാരുണ്ട് അവർ. ഇനി അവനൊരു അങ്ങനെ ഒരു പാട്ട് മതീഷയെ പറ്റി ചെറിയ കവാലി പാടി. നിങ്ങൾക്ക് 12 വരി കേൾക്കണമെന്നുണ്ടോ? ഞാൻ പറയാതിരിക്കുന്നു. അബ്ദുൽ ഖാദിർ ജീലാനി ഗൗസുൽ അളം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി സർദാറുൽ ഔലിയാ കുതുബുൽ അക്താബ് ദസ്തകീർ സർബാഷുല്ലത് കിയാ ശൈഖുൽ മുറബ്ബി ദസ്തകീർ ദർബാറുൽ ആരിഫീന ദർവേഷ് ദംദം ദസ്തകീർ ഖുർബാനുൽ ആശിഖീന യാ ഗൗസുൽ അളം ദസ്തകീർ ബാർ ബഗ്ദാദ് ജബാനി ബാർ ബഗ്ദാദ് ജബാനി യാ അബ്ദുൽ ഖാദിർ ജീലാനി ഗൗസുൽ അളം ജബാനി യാ അബ്ദുൽ ഖാദിർ ജീലാനി. ഇങ്ങനെ 4 അടിയാണ്. പക്ഷെ ഇന്ന് എനിക്കത് പാടാൻ പറ്റൂല, അത് ഒച്ച ഇട്ടുപോയതാ. അന്നൊക്കെ ഞാൻ അത് ശരിക്കും ക്രാച്ച് ഇല്ലാതെ പാടി. ഒരു ശീലം ഉണ്ടെങ്കിലേ എന്തിനും പറയുന്നു. അത് കഴിഞ്ഞോ പറയും നല്ല വിടലായിട്ടുണ്ട്, നാളെയും വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് അവിടെ നിന്ന് മറ്റൊരു ഇന്നെ വിടൂല, നാളെയും വിടാനായി. അങ്ങനെ 5-8 മാസം
അവരെ പിന്നാലെ നടന്നു. അവസാനം ജോലിയൊന്നും അൽഹംദുലില്ലാ അവര് നല്ല ഒരു മുവാഫക്കാണ് കിട്ടിയത്. അങ്ങനെ ഇനി ജോലിയൊന്നും പിന്നെ വിട്ടാൽ മതി, അങ്ങനെ ഒരു വെറുമ്പാക്ക്. അങ്ങനെ അത് അത്ര കാര്യത്തിലെടുത്തൊന്നുമല്ല ഞാൻ അങ്ങനെ പോന്ന അവിടുന്ന്. പക്ഷെ അത് കാര്യത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് സംഭവം. വഫാത്ത് സമയത്തൊക്കെ നിങ്ങള് ഞാൻ സ്ഥലത്തില്ല. എവിടെയാണ് അന്ന് ഞാൻ എവിടേക്കോ കറങ്ങിയിട്ട് ഇനി ഞാൻ അറിഞ്ഞില്ല. അന്നത്തെ മാതിരിയുള്ള ഈ സംവിധാനം ഇല്ലല്ലോ, അപ്പോഴൊക്കെ പറയുന്ന സംവിധാനമല്ലോ. കുറെ മരിച്ച് കുറെ കഴിഞ്ഞിട്ട് അറിഞ്ഞത്. ഞാൻ പോയി അവിടെ, അങ്ങനെ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകും അവിടെ. അതപ്പം ഒരാഴ്ച മുമ്പ് പോയി. പിന്നെ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ അവരൊക്കെ ആ ഒരു മർത്തബയിലേക്ക് എത്തുന്നത് പിന്നെ പ്രവാചക സ്നേഹത്തോടൊപ്പം അഹ്ലുൽ ബൈത്തിനുള്ള സ്നേഹമാണ് അവർക്കുണ്ടായിരുന്നത്. അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറയണത് വെച്ചാൽ നിങ്ങൾ ഈ കഴിയുന്ന കാലങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അഹ്ലുൽ ബൈത്തിനെ ഇപ്പോഴും അന്നും ഇന്നൊക്കെ സ്നേഹമുണ്ട്. എന്നാലും നിങ്ങളുടെ ഓർമ്മയിൽ അഹ്ലുൽ ബൈത്തിനോട് പഴയ കാല ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, അതൊക്കെ എങ്ങനെയായിരുന്നു ഓർമ്മ? അത് ഇന്നത്തെ പോലെ അല്ല ഉസ്താദേ. അന്നൊരു അഹ്ലുൽ ബൈത്ത് എന്നുള്ളൊരു തങ്ങളെയൊക്കെ കാണുകയെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ബഹുമതിയാണ് അവർക്ക് കൊടുക്കുക. ഒരു അത്ഭുതം പോലെയാണ് ഒരാളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ. കാരണം അവർ വരികയാണെങ്കിൽ അവർക്ക് ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കണം, അവരെ ബഹുമാനിക്കലും, അവർക്ക് പ്രത്യേക ഭക്ഷണം സൗകര്യം ചെയ്തു കൊടുക്കലും. അതുപോലെ തന്നെ ഒരു തങ്ങൾ കുട്ടി വരികയാണെങ്കിൽ അത് കുട്ടി വരുന്നുണ്ട്, കുട്ടി എന്നുള്ള സംബോധന ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ കുട്ടിയാ ബീവി കുട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയുക. അതുപോലെ തങ്ങന്മാർക്കൊക്കെ ഭയങ്കര ഒരു ബഹുമതിയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ചായപ്പീടിയിലിരിക്കാന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഒരു ബെഞ്ചിലിരിക്കുക. ഒരു തങ്ങൾ വരികയാണെങ്കിൽ നമ്മളെ വേണ്ടിയില്ല, തങ്ങളപ്പുറത്ത് ഇരുന്നോളം, വേണമെങ്കിൽ ഇരുന്നോളം. അന്നതല്ല, ഒരാൾ ചായപ്പീടിയിൽ കയറി വരികയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ കൊണ്ട് ഒഴിഞ്ഞ് ഇറങ്ങി നിന്ന് ഇരിക്കാൻ പറയും. അത്രയും ബഹുമാനമൊക്കെ ഈ തങ്ങന്മാർക്ക് അഹ്ലുൽ ബൈത്തുകൾക്ക് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളിൽ. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ വിവിധ ആശയക്കാർ വന്നു, അവരുടെ അത് പ്രശ്നമല്ല, അത് മറ്റേ ഇല്ല, എല്ലാവരും ഒരുമാതിരിയാണ് അങ്ങനെ പറഞ്ഞ് ചില ആൾക്കാർ നമ്മളെ ശരിക്കും അതൊക്കെ കൊണ്ട് നടന്നിരുന്ന ആൾക്കാർ തന്നെ ഇവരുടെ ഈ പ്രസംഗം കേട്ട് അത് കുറച്ചൊക്കെ അങ്ങനെ ആയിപ്പോയോ എന്നൊരു സംശയക്കാലത്തിന് മാറ്റം ഉണ്ടാവട്ടെ, മാറ്റം അല്ല പിന്നെ എന്താ അറിയോ. പക്ഷെ അത് അറിയുന്നവനറിയും. അല്ല, ആളുകൾ ഇപ്പോൾ പല തട്ടുകളിലും പല പഠനങ്ങളിലും ഭൗതികമൊക്കെ ആയിട്ട് പോകുമ്പോഴേ ചിലതൊക്കെ അറിവിലേക്ക് എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ബുക്ക് കൊണ്ട് ഉപകരിക്കട്ടെ എന്ന് നമ്മളും ദ്വാ ചെയ്യും, നമ്മളെല്ലാവരും ദ്വാ ചെയ്യും. അപ്പോൾ അതിനുപകരിക്കുന്ന ഒരു ബുക്കാണല്ലോ ഇറക്കിയിട്ടുള്ളത്. അതന്നെ. അപ്പോൾ അതിൽ നമ്മൾ ആശംസയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഹൈദരലി ശിഹാബ് തങ്ങളാണ്, ബഷീർ അലി ശിഹാബ് തങ്ങളാണ്. പിന്നെ എപ്പോഴും നല്ല ബന്ധം സ്ഥാപിക്കുന്ന സാറിലൊക്കെ ഉദവി പറയുന്ന ആളാണ്. പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ നമ്മളുടെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സഹോദര വീട്ടിലാണ്, എൻ്റെ വീട്ടിലല്ല. നമ്മൾ അങ്ങോട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പിന്നെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറി. അതൊക്കെ കൂടി വിശദീകരിക്കണ്ട. പക്ഷെങ്കിലും അവിടെയാണ് മൂപ്പരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ പിന്നെ പുസ്തകം തന്നത്, കൈമാറിയത്, പ്രാവശ്യം തന്നത് മൂപ്പരാണ്. അപ്പോൾ അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ചുള്ള നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമ്പോൾ ഏതെങ്കിലും 1-2 വരികളൊക്കെ ഒന്ന് പാടാൻ കഴിയില്ലേ? ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മളെ ഇന്ന് ഉള്ള നമ്മളെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ടവരെ കുറിച്ചോ ഉള്ള 2 വരിയായാലും കുഴപ്പമില്ല. അഹ്ലുൽ ബൈത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് പാണക്കാട് കുടുംബത്തിന്റെ സിൽസില എഴുതിയിട്ടുണ്ട്. അത് അവരിൽ ഒരു വരി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചൊല്ലി നോക്കാം. ഷറഫുടെ പുതിയ മാളിയക്കൽ സയ്യിദ് അലവി PMS തങ്ങളവറുകൾ മൗത്തായല്ലോ സങ്കിട വാർത്ത അറിയവെ സകലരു സന്താപത്തിൻ കണ്ണീർ ചൊരിയുകയായേ. സരസവിശാലൻ സൗമ്യശുശീലൻ സ്വാർത്ഥരഹിത സേവനപാലൻ സഹനസഹിതം സൗഹാർദ്ദത്തിൻ ദീപപ്രകാശം ചിത്തിയ സയ്യിദ് മർഹൂം നമ്മുടെ കരളിൽ മാഞ്ഞിട താരം. മുസ്ലിം ഹിന്ദു സമസ്ത ജനങ്ങൾ മുമ്പിലണഞ്ഞിട്ടോതിടും കാര്യം മുഖ്യരെന്ന വാൽ ശാന്തി വരുത്തി
എത്രയോ നാട്ടിൽ പറയുവാൻ മുത്തൊടി പാണക്കാട്ടെ തങ്ങളെ ജീവചരിത്രം. തീരാ നഷ്ടം വന്നു കഴിഞ്ഞ് ദിവ്യ മനോഹര പുഷ്പം കൊഴിഞ്ഞ് പൂജിത മർഹൂമോരിലനുഗ്രഹം നൽകു പുരാനെ ഭുവനം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പൂക്കോയത്തങ്ങളാണല്ലോ അതിനെപ്പറ്റി അതപ്പോൾ ഓർമ്മ വന്നത് പെട്ടെന്ന് പറഞ്ഞതാണ്. പൂക്കോയത്തങ്ങളെ അപ്പോൾ അങ്ങനെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പാടാൻ പറ്റിയിട്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള കുറേ അനുസ്മരണങ്ങൾ ഒരുപാട് പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേദിയിലാണ് നമ്മുടെ ബുക്കിന്റെ പ്രകാശനം ഉണ്ടായത്. ഉണ്ടായതല്ലേ? തങ്ങളെന്ന ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രകാശനം നടക്കുന്നത്. തങ്ങളുടെ ഒരു ഇങ്ങനെ ഇല്ല, തങ്ങളെ വരീൻ്റെ അടുത്ത് ഉണ്ട്, അതൊക്കെ തെരഞ്ഞെടുത്ത് പാടണം. നമുക്ക് ഇനി പാടാം. പിന്നെ നമ്മൾ ഏതായാലും ഈ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു പിന്നെ വഴികാട്ടി വന്നത് എൻ്റെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് പറയണല്ലോ. മഹാനായ നമ്മുടെ വീരാനൂര് പാപ്പായുടെ ഉള്ള ആ ബന്ധവും സ്നേഹവും തന്നെയാണ്. അത് കേൾക്കുമ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ആ കാര്യം കൂടുതൽ പറയണമെന്നിങ്ങനെ ആഗ്രഹം ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ സമയം ഇപ്പോൾ അതിനത്ര പറ്റിയതല്ല. കാരണം ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ നമുക്കൊരാൾ പാടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയ തോതിൽ അപ്പോഴും ഞാൻ നിങ്ങളീ പറഞ്ഞ വാക്ക് ഞാൻ പറയണില്ല. കാരണം അതെനിക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നി. നിങ്ങളെന്നെയാണ് പറയുമ്പോൾ പ്രശ്നം. അത് ഇപ്പൊ ആർക്കും ഒരു ഇതൊന്നും കരുതേണ്ടതില്ല. അത് എല്ലാ നാള് പല ആൾക്കാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഒരു വിധം ഇപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട നമ്മളെ പലരും അങ്ങനെ പറയില്ല. പിന്നെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ എന്നോട് വർത്താനം പറയുമ്പോഴും ഞാൻ ആ പേര് അത് ഉപയോഗിക്കാതെ ഞാൻ പറയാറില്ല. അതിൽ അവർക്ക് എന്നോട് തൃപ്തിക്കേട് ഉണ്ടാവാറുമില്ല. കാരണം നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം, 65 വർഷം ഒരു തൊഴിലും എടുക്കാതെ വെറും ഈ തൊള്ളയെ കൂടി മാത്രം റോട്ടിൽ കൂടി പാട്ട് പാടിയിട്ട് ഒരു വലിയൊരു കുടുംബത്തെ സംരക്ഷിച്ചു പോന്നു ഞാൻ. പിന്നെ ഗൾഫൊന്നുമില്ലല്ലോ സമ്പാദിക്കാൻ. ഇതായാലും ഇങ്ങനെ ഇപ്പോൾ ഈ സെൻറ്ററിൽ പാടി നിങ്ങളെ കാപ്പി പാടി അവിടെ പാടി ഇങ്ങനെ പാടിയിട്ട് 5 പെൺകുട്ടികൾ എനിക്കുണ്ട്. 5 ആളെ ഞാൻ മാന്യമായ രീതിയിൽ വിവാഹം കഴിച്ചു. റബ്ബ് എന്തായി ഈ മറ്റേ നമ്മുടെ ഉപ്പാപ്പയിലൂടെ അങ്ങനെയൊക്കെ എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന ഈ പേരല്ലേ. പിന്നെന്തിനാ ഞാൻ ആ പേരിനെ ഒഴിവാക്കണം? ഞാൻ പേര് പറഞ്ഞിട്ട് ആർക്കും എന്നോട് ഇഷ്ടമല്ലെങ്കിൽ അവരിഷ്ടമല്ലാണ്ട് അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാതല്ല. പതിനാടും വീടും വിട്ടിട്ടോടി അവസാനം അമ്പം കുന്നിൽ അണഞ്ഞൊരൊലിയുള്ള അവിടത്തിൽ വഫാത്തായിട്ടുള്ള ബീരാനൊലി ആയോരിൽ എന്നെന്നും റളിയല്ല. ശൈശവം തന്നിൽ റബ്ബിൻ ലിഖ കാണാൻ കൊതിച്ച് സ്ഥിരമല്ല ദുനിയാവിൽ സുഖം ആകെ ഒഴിച്ച് സഫറായി പല ദിക്കിൽ സൽക്കർമ്മം കഴിച്ച് സൂഫിസം തേടി ഭാര്യ മക്കൾ വേണ്ടെന്നുറച്ച് സഖിയായോ രാജ്യമീർ ഹാജ മുഈനുദ്ദീൻ ഷെയ്ഖോരെ തുടർന്നൊരൊലിയുള്ള സുബ്ഹാനേ ഇവർ ഹക്കാൽ സാധു ഞങ്ങളെ ദുഃഖ സാഗരമിന്ന് കരകേറ്റല്ല. വളരെ റാഹത്തായി. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പറയിപ്പിക്കണം കൂടെ. അപ്പോൾ നിങ്ങൾ പാടിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് റാഹത്താണ്. പിന്നെ നമ്മുടെ കുട്ടികളുണ്ട് കൂടെ. നമ്മുടെ പുല്ലാര ഹിദായ കൂട്ടായ്മയുടെ അഡ്മിനാണ് മിസ്റ്റർ റഫീഖ് സാഹിബ്. പിന്നെ നമ്മുടെ സമസ്ത ഇൻഫോം വാട്സപ്പ് കൂട്ടായ്മയുടെ എന്താ പേര്? പിന്നെ അഷ്റഫ് ഒരു പിന്നെ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അവരൊക്കെ ഉണ്ട് കൂടെ. പിന്നെ നിങ്ങളെ ഉസ്താദിന്റെ മകനുണ്ട്. എന്താ പേര് പറഞ്ഞത്? ഹാദി ബിഷർ. ഹാദി ബിഷർ. അനുജനുണ്ടല്ലോ അല്ലേ? അനുജനുണ്ട്, ജാഫർ അലി. അപ്പോൾ അവര് ഇവിടെ പിന്നെ അധികം ഒരുപാട് സഹോദരന്മാരൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് മഹബ് എല്ലാവരും കൊടുക്കുന്നു വന്നു. ഫോണിൻ്റെതാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കാണാനാ.
അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളേ പിന്നെ ഒരുപാട് ആളുകളുണ്ട്. അതിൽ അഖിലുബൈത്തുണ്ട്, പിന്നെ അഷ്റഫ് വന്നു. അതോട് ഒഴിവാണ്ട. അഷ്റഫ് വരണ്ടേ? അഷ്റഫ് ഓട്ടോമാറ്റിക് ആക്കിയിട്ട് വാ. അങ്ങനെ ഉണ്ടല്ലേ? കുട്ടികളെ വിളിക്കല്ലേ? ആ ബാബാ അൽഹംദുലില്ലാ നമ്മൾ പിന്നെ കുട്ടികളൊക്കെ നമ്മൾ ഒരുമിച്ച് വന്നിട്ട് ഇത്രയും പേരാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി. നമ്മൾ ഇവർ മാത്രമല്ലേ, നമ്മൾ പിന്നെ ഫിഖ്ഹ് മസ്അല എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. പിന്നെ അസ്സുആൽ വൽ ജവാബ് എന്ന് പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. പിന്നെ ഫിഖ്ഹ് സംശയ നിവാരണം, ഹിദായ കൂട്ടായ്മ, ചിന്താ പ്രഭാതം, പിന്നെ സമസ്ത ഇൻഫോം വാട്സപ്പ് കൂട്ടായ്മ, ഇങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയാണ് നമ്മളുടെ ക്ലാസ്സുകളും ദാവത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈലൻ്റായിട്ട് ഇങ്ങനെ പോകാൻ ഞങ്ങൾ അത് പറയണത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പിന്നെ ദർസി രംഗത്തുള്ള പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് ദർസിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഫത്ഹുൽ മുഈൻ, ബുഖാരി, തഫ്സീർ, പിന്നെ ഈ തർക്കശാസ്ത്രമുള്ള കിതാബാണ് ഷറഹുൽ ഖുർആൻ, അങ്ങനത്തെ കിതാബുകളൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട് പോവാണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ എല്ലാവരും വലിയ നല്ല സഹകരണവും നമ്മുടെ മെമ്പർമാരൊക്കെ കാര്യമായിട്ട് ബന്ധപ്പെടുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വളരെയധികം ചേഞ്ച് ആവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടൊക്കെ പലപ്പോഴും അറിയിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചയിൽ അത് കാണാറുമുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് അഡ്മിന്മാരുടെയൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത് എടുത്ത് പറയണം. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ ജോലി തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഇതിപ്പോൾ വേറെയുള്ള സാമ്പത്തികവും മറ്റുള്ള ഒരൊന്നും കണ്ടിട്ടല്ല, നാളേക്കുള്ള ഒരു സ്വത്താവണം എന്ന നിലക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ അവരോട് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞത് നമ്മുടെ ഇൽഫാ മിസ്ബാഹ്, ഇൽഫാ ഫദൽ കൂട്ടായ്മയിലുള്ള ഇൽഫാ ഫദൽ പിന്നെ ആണുങ്ങളുടെ കൂട്ടായ്മ, ഇൽഫാ ഫദൽ ലേഡീസ് കൂട്ടായ്മക്കുള്ള. അപ്പൊ ഇങ്ങനെ രണ്ട് ബോർഡായിട്ട് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ ആ രണ്ട് ഗ്രൂപ്പിലെ രണ്ട് വിഭാഗക്കാരും എപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ഒന്നിങ്ങനെ തല കാണിക്കാനും രണ്ട് വിടൽ വിടാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതിന് പുറമെ നമ്മുടെ ബഹുമാനപ്പെട്ട റഫീഖ് സാഹിബ് ഏരിയ 2-3 ഗാനങ്ങളുണ്ട്, രചന ഇദ്ദേഹം, വിടൽ ഞാൻ. ഇതിന് ശേഷം അതുണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എത്ര നേരം നിങ്ങളെ ഇത്രയും ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ ഈ ഗ്രൂപ്പിൽ പേര് പറയാൻ എനിക്ക് ഒന്നും കൂടി ഓർമ്മയിൽ വരുന്നില്ല. ഇൽഫാ ഫദൽ. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ കുറച്ച് സമയം നിങ്ങളോടൊത്ത് സംസാരിക്കാനും എൻ്റെ അനുഭവ കഥകളൊക്കെ ഉസ്താദ് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് അത് പറയാൻ സാധിച്ചതിലും ഇനി 1-2 പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പാടാൻ അവസരം ഉണ്ട്, അതൊക്കെ ചെയ്യാനും അങ്ങനെ എല്ലാം കൂടി ഇതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി മാത്രം പോരാ, സർവശക്തനായ അല്ലാഹു ഇഹപര വിജയം നിങ്ങളിലും എന്നിലൊക്കെ വർഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. മാരകമായ ഇപ്പം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ മാരകമായ രോഗത്തിൽ നിന്ന് അല്ലാഹു എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ പിന്നെ മൊയ്തൊക്കെ നമ്മുടെ എല്ലാവരോടും സംസാരിച്ചു. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ പുല്ലാറ ഹിദായ കൂട്ടായ്മ അടിമ റഫീഖ് സാഹിബ് രചിച്ച 3 ഗാനങ്ങളുണ്ട് നമുക്ക്. മഹബത്തു ആലുൻ നബി എന്ന വിഷയത്തിൽ തന്നെയാണ് ആ പാട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ഈ ഒരു അഭിമുഖത്തോടു കൂടെ ആ പാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു പരിചയപ്പെടൽ എന്ന നിലക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിവിടെ നിൽക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും സമയങ്ങളും സന്ദർഭങ്ങളും നോക്കിയിട്ട് നമ്മളും പിന്നെ തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് ദീർഘായുസ് തരട്ടെ. നമ്മുടെ മൊയ്തുക്കാക്ക് നല്ല ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മയും അവരൊക്കെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ചെറിയ ചുരുക്ക വാക്കുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടും ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചത് എപ്പോഴും അറിയാവുന്ന ഒന്നായതുകൊണ്ട്
ഒരു ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്ത് ആ ദുആക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ മൊയ്തുക്കായുടെ പാട്ടിലേക്കായിരിക്കും വരിക. നമ്മുടെ മഹബത്തു ആലി നബി എന്നുള്ള പാട്ടിലേക്ക് വരും. അപ്പോൾ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് വരികയാണ്. ഇലാ ഹദ്റത്ത് റൂഹി ഹബീബിന മുസ്തഫാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بفضل آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده. ولك الشكر ولك الحمد يا الله يا رحمن يا رحيم يا ودود يا ودود يا ودود يا ذا الجلال والإكرام. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم ارزقنا معية حبيبك مصطفى محمد صلى الله عليه وسلم وارزقنا اتباع واقتداء حبيبك مصطفى محمد صلى الله عليه وسلم وارزقنا محبة أهل بيت النبي صلى الله عليه وسلم. اللهم إنا نسألك أن ترزقنا زيارة روضة حبيبك مصطفى محمد صلى الله عليه وسلم وارزقنا شفاعة نبيك محمد صلى الله عليه وسلم. اللهم إنا نسألك أن ترزقنا قبل الموت نظر وجه محمد صلى الله عليه وسلم في المنام واليقظة يا أرحم الراحمين. في المنام واليقظة يا ذا الجلال والإكرام. في المنام واليقظة يا أكرم الأكرمين. اللهم إنا نسألك أن ترزقنا موت حبيبك مصطفى محمد صلى الله عليه وسلم وأن تحشرنا في زمرة محمد صلى الله عليه وسلم واسقنا كأس حبيبك مصطفى محمد صلى الله عليه وسلم. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഖിറാഅത്തിന്റെ സവാബിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതുപോലെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധപ്പെട്ട മറ്റുള്ള സകല പ്രവാചകരിലേക്കും എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അഹ്ലു ബൈത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മക്കളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. എല്ലാ മശായിഖന്മാരിലേക്കും എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളിവിടെ പേരെടുത്ത് പറഞ്ഞവരിലേക്ക് ഒക്കെയും എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് വിട പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കളുടെ വേണ്ടപ്പെട്ടവരുടെ ഒക്കെ ഖബറിടങ്ങളിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ സകല സദുദ്യമങ്ങളെയും പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. അല്ലാഹുവേ, അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചക സ്നേഹം കരസ്ഥമാക്കി റബ്ബെ പരിപൂർണമായ നിന്റെ മഹബ്ബത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹും സ്വാലിഹത്തുമാക്കി തരണേ റഹ്മാനെ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലികളിലൊക്കെ ഖൈറ് ബർക്കത്ത് റാഹത്ത് പ്രദാനിക്കണേ റഹ്മാനെ. എല്ലാ ഷർറുകളിൽ ഞങ്ങൾക്ക് മോചനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല ഉദ്ദേശങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാൻ കൊണ്ടും ഇൽമു കൊണ്ടും ഞങ്ങളുടെ ഖൽബിനെ നിറക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽഫാ ഫളൽ ഇൽഫാ മിസ്ബാഹ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള അഡ്മിന്മാരും മെമ്പർമാരും ഒരുപാട് കാര്യങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് യാ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പരിപൂർണമായിട്ട് നിനക്കറിയാം യാ അല്ലാഹ്. അതൊക്കെയും അവർക്ക് പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ.
അള്ളാഹു ഈ മഹാമാരിയുടെ വിപത്തിന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അള്ളാഹു എത്രയും പെട്ടെന്ന് അതിൽ നിന്നുള്ള മോചനം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയവരെ ഞങ്ങളെയും ഒക്കെ നിൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഇവിടെ നിന്ന് വിട പറയുന്ന സമയത്ത് പേടിയോ ബേജാറോ വെപ്രാളമോ ഒന്നുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് റാഹത്തോടു കൂടി നിൻ്റെ ഫസീഹിലേക്ക് യാത്രയാവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുമ്മ ഹസ്സിൻ നവാഖിബനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة والسلام.